നമസ്കാരം, വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. ഇന്ന് നമ്മൾ നാടൻ പിടിയും അതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള വറുത്തരച്ച കോഴിക്കറിയുമാണ് ഉണ്ടാക്കുന്നത്. ഈ ട്രഡീഷണൽ റെസിപ്പി നമ്മൾക്കായി പറഞ്ഞു തരുന്നത് ഡാലിയ ചേച്ചിയാണ്. ഡാലിയ ചേച്ചിയെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. കുഴലപ്പത്തിൻ്റെ വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടതാണ്. ഡാലിയ ചേച്ചിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, എല്ലാത്തിനും ഒരു എളുപ്പവഴി ഉണ്ടാവും. അച്ച് ഉപയോഗിച്ച് കുഴലപ്പം ഉണ്ടാക്കിയതുപോലെ ഇന്ന് പിടി ഉണ്ടാക്കാനും നമ്മൾക്ക് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യമായിട്ട് പിടി ഉണ്ടാക്കുമ്പോൾ അടിയിൽ പിടിക്കുകയോ വെള്ളം കൂടിപ്പോവുകയോ വേവ് കൂടിപ്പോവുകയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് മാറാനായിട്ട് പ്രഷർ കുക്കറിലാണ് നമ്മളിന്ന് പിടി ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, പിടിക്കുള്ള അരി വറുത്തെടുക്കുമ്പോൾ അരിവാള് കൊണ്ടൊരു പ്രയോഗവും കൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ വറുത്തരച്ച കോഴിക്കറിയുടെ കാര്യം പറയുകയാണെങ്കിൽ അധികം ആർഭാടമൊന്നും ഇല്ലാതെ വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് പണ്ടുകാലത്തെ അമ്മച്ചിമാരുണ്ടാക്കിയിരുന്ന അതേ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ജോയേട്ടനും നമ്മളുടെ കൂടെയുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്ന് ഡാലിയ ചേച്ചിയുടെ അടുക്കളയിൽ തന്നെയാണ് പിടിയും അതിനുള്ള കോഴിക്കറിയും ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ പിടി ഉണ്ടാക്കുന്നതിനുള്ള അരിപ്പൊടി ഒന്ന് നന്നായി വറുത്തെടുക്കണം. അതിനായിട്ട് നമ്മൾ സാധാരണ ദോശയ്ക്കെല്ലാം ഉപയോഗിക്കുന്ന പച്ചരി, ഒരു 8 കപ്പ് പച്ചരി 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം പുട്ടിൻ്റെ തരിയിൽ പൊടിച്ചെടുത്തതാണ് നമ്മളിന്ന് പിടിക്കായിട്ട് ഉപയോഗിക്കുന്നത്. പിടി ഉണ്ടാക്കുന്നതിനുള്ള അരി പൊടിപ്പിക്കുമ്പോൾ അതിൽ ഈ ചെറിയ തരി ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ വളരെ നൈസായിട്ട് ഒരിക്കലും അരി പൊടിച്ചെടുക്കരുത്. അപ്പോൾ ഈ അരിപ്പൊടിയിലേക്ക് 2.5 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ അരിപ്പൊടിയും തേങ്ങ ചിരകിയതും കൂടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയും തേങ്ങ ചിരകിയതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ചുവട് കട്ടിയുള്ള നല്ലൊരു ഉരുളിയാണ് നമ്മുടെ ഡാലിയ ചേച്ചി എടുത്തിരിക്കുന്നത്. പിന്നെ ഉരുളി ചൂടാവാനായിട്ട് തീയും നന്നായി കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മളുടെ ഡാലിയ ചേച്ചിയുടെ അരിവാള് കൊണ്ടുള്ള പ്രയോഗം തുടങ്ങാൻ പോകുന്നത്. ഇതുപോലെ ഒരു അരിവാൾ എടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് ഉരുളിയുടെ ചുറ്റും വട്ടത്തിന് ചുറ്റിച്ചു കൊടുക്കുകയാണ് ചേച്ചി ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? ഈ അരിപ്പൊടിയുടെ എല്ലാ ഭാഗവും ഒരേപോലെ മിക്സ് ആവുന്നുണ്ട് എന്നതാണ്. ശരിക്കും ഒരു മെഷീൻ ഉപയോഗിച്ച് നമ്മൾ വട്ടം കറക്കി മിക്സ് ചെയ്യുന്നത് പോലെയാണ് ഇത് കാണുമ്പോൾ. സാധാരണ നമ്മൾ അരിപ്പൊടി വറുക്കാൻ ഉപയോഗിക്കുന്ന ചട്ടകം ഉപയോഗിച്ച് വറുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് നേരം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളം കൈ ഭയങ്കരമായിട്ട് വേദനിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ആ പ്രശ്നം വരുന്നതേ ഇല്ല. ഇവിടെ അരിപ്പൊടി ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അടുപ്പിൽ നിന്നും ഇറക്കി വയ്ക്കാം. അടുപ്പിൽ നിന്നും ഇറക്കി വെച്ചാലും നമ്മളുടെ ഉരുളിക്ക് നല്ല ചൂടുണ്ടാവും. അപ്പോൾ വീണ്ടും ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുകയാണെങ്കിൽ നല്ല മണൽ പോലെ ഉതിർന്ന് വീഴുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ അരിപ്പൊടി ഉണ്ടായിരിക്കേണ്ടത്. ഒരുപാട് കളറ് മാറാനും പാടില്ല. അപ്പോൾ നമ്മളുടെ പിടിയുടെ കളറും മാറിപ്പോവും. ഇനി നമ്മളുടെ കൂടെ പിടി ഉണ്ടാക്കാനായിട്ട് ഡാലിയ ചേച്ചിയുടെ സ്വന്തം ജോയേട്ടനും കൂടെയുണ്ട്. പിടിയും കോഴിക്കറിയും പോലെയുള്ള ട്രഡീഷണൽ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്നതിൽ ജോയേട്ടനും വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ജോയേട്ടൻ ആദ്യം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അരിപ്പൊടിയുടെ ചൂടാറിയതിന് ശേഷം കുറച്ച് ഉപ്പ് വെള്ളം നന്നായിട്ട് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മുടെ പിടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നീട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ജീരകവും ഒരു 1/2 കപ്പ് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ജീരകം അധികം തരികളില്ലാതെയാണ് അരച്ചെടുക്കേണ്ടത്. പിന്നെ ഈ ജീരകവും വെളുത്തുള്ളിയും അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ അരിപ്പൊടിയുമായിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഇതിന് ശേഷം നമ്മളുടെ അരിപ്പൊടി കുഴച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തിളച്ച വെള്ളം ചേർക്കുക. വെള്ളത്തിൻ്റെ അളവ് ഞാനിവിടെ കൃത്യമായിട്ട് പറയുന്നില്ല. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴിക്കുന്നത് പോലെ അത്രയ്ക്ക് ലൂസ് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ഇത് മതിയോ അല്ല ഇനിയും കൂടുതൽ വെള്ളം ഒഴിക്കണോ എന്നുള്ളത്. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ച് തന്നെ ഈ അരിപ്പൊടി മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളുടെ അരിപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനിയാണ് നമ്മളുടെ പിടിയുടെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ പോകുന്നത്. അത് ഒന്നാന്തരം ഒരു കുഴയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പിടിയുടെ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും തീരുമാനിക്കുന്നത് ഈ കുഴയാണ്. അതും നല്ല ചൂടോടുകൂടെ തന്നെ കുഴച്ചെടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ജോയേട്ടനാണെങ്കിൽ വളരെ സ്പീഡിൽ ഈ നല്ല ചൂടൊന്നും കാര്യമാക്കാതെ വളരെ നന്നായിട്ട് തന്നെ ഈ മാവ് കുഴിച്ചെടുക്കുന്നുണ്ട്.
സത്യം പറഞ്ഞാൽ ജോയേട്ടൻ്റെ ഈ കഴിവ് മുൻകൂട്ടി അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പിടി ഉണ്ടാക്കുന്നതിനായിട്ട് ജോയേട്ടനും കൂടെ ക്ഷണിച്ചത്. ഇന്ന് നമ്മൾ 8 കപ്പ് അരിയുടെ പൊടി എടുത്തിട്ടാണ് പിടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പേർക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾക്ക് തന്നെ വളരെ പെട്ടെന്ന് ഇത് ഈസി ആയിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ പിടി ഉണ്ടാക്കുന്നതിനുള്ള മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി എല്ലാവരും കൂടെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക എന്നുള്ളതാണ്. പിടി ഉണ്ടാക്കുമ്പോഴുള്ള ഏറ്റവും രസകരമായിട്ടുള്ളൊരു ഭാഗമാണിത്. വീട്ടിലുള്ളവരെല്ലാവരും കൂടെ പിടിയൊക്കെ ഉരുട്ടിയെടുക്കുക എന്നുള്ളത്. ഈ സമയത്തായിരിക്കും നമ്മൾ ഓരോരോ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ ഉരുളയുടെ വലുപ്പം ഒരുപാട് ചെറുതാകാതെയും അധികം വലുതാകാതെയും വേണം നമ്മൾ ഉരുട്ടിയെടുക്കാനായിട്ട്. നമ്മുടെ കൂടെ ഇന്ന് പിടി ഉരുട്ടി തരാനായിട്ട് ഡാലിയ ചേച്ചിയുടെ അമ്മച്ചി കൂടിയുണ്ട്. ഈ അമ്മച്ചിയാണ് സത്യം പറഞ്ഞാൽ ഡാലിയ ചേച്ചിക്ക് അരിവാള് കൊണ്ട് അരിപ്പൊടി വറുത്തെടുക്കുന്ന ടെക്നിക്കൊക്കെ പറഞ്ഞു കൊടുത്തത്. ബാക്കി എല്ലാവരും ഓരോരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മുടെ അമ്മച്ചി മാത്രം ഒരേ സമയം 2 ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമ്മുടെ അമ്മച്ചിയുടെ എക്സ്പീരിയൻസ് എത്രയായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലേ. ഇവിടെ നമ്മുടെ പിടിയെല്ലാം ഉരുട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ നേരെ കുക്കറിലേക്ക് മാറ്റുകയാണ്. നമ്മളിന്ന് കുറച്ച് കൂടുതൽ എമൗണ്ട് പിടി ഉണ്ടാക്കുന്നത് കൊണ്ട് 10 ലിറ്ററിൻ്റെ കുക്കറാണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ എത്രയാണോ പിടി ഉണ്ടാക്കുന്നത് അതിന് യോജിച്ച കുക്കർ എടുക്കുക. ഈ പിടിയെല്ലാം കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം 1.5 കപ്പ് തേങ്ങ ചിരകിയതിൻ്റെ 2ാം പാല് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് നല്ല തിളപ്പിച്ച വെറും ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന തിളപ്പിച്ച വെള്ളത്തിൻ്റെ അളവ് ആലോചിച്ച് ആരും കൺഫ്യൂസ് ആവണ്ട. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പിടി മുങ്ങി നിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ അരിപ്പൊടിയിൽ നേരത്തെ ഉപ്പുവെള്ളം ചേർത്ത് കുഴച്ചതാണ്. ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2-3 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഈ കുക്കർ നന്നായിട്ട് അടച്ചു വയ്ക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരേ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുക്കറിൻ്റെ സൈഡിലൂടെയൊന്നും വെള്ളം ലീക്കാവുന്നില്ല എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കുക്കറിൽ ആദ്യത്തെ വിസിൽ വന്നിരിക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ തുറക്കരുത്. ഇതിൻ്റെ പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം പതുക്കെ തുറന്നു കൊടുക്കുക. നമ്മുടെ കുക്കർ പിടി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്നത്, അതായത് 1.5 കപ്പ് തേങ്ങ ചിരകിയതിൻ്റെ 1ാം പാല് ഈ സമയത്താണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ എടുത്ത് ചെറുതായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിയൊന്നും പിടിക്കാതെ നല്ല പാകത്തിനുള്ള വേവൊക്കെ ആയിട്ട് ഒട്ടും തന്നെ സംശയിക്കാതെ നമ്മൾക്ക് ഇതുപോലെ കുക്കറിൽ എളുപ്പത്തിൽ പിടി ഉണ്ടാക്കാവുന്നതാണ്. തുടക്കക്കാർക്ക് പോലും ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ ഈ കുക്കറിലെ പിടി ഉണ്ടാക്കുന്ന മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള പിടിയുടെ കൂടെ കഴിക്കാനായിട്ടുള്ള വറുത്തരച്ച കോഴിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1.5 കിലോ ചിക്കനാണ് നമ്മളിന്ന് കറി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോഴതിന് ആദ്യമായിട്ട് നമുക്ക് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു 2 കപ്പ് തേങ്ങ ചിരകിയത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം കളറ് മാറിയതിന് ശേഷം അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ നമ്മളിട്ട് വറുത്തെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി വേണം നമ്മൾ തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ഈ തേങ്ങ വറുത്തെടുക്കുന്നതിൻ്റെ കളറ് മാറിയാൽ നമ്മളുടെ ചിക്കൻ കറിയുടെ കളറും ടേസ്റ്റും എല്ലാം മാറിപ്പോവും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ഭാഗം ചെയ്യാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. ഇനി നമ്മുടെ കോഴിക്കറിക്കുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴറ്റിയെടുക്കുന്നതിനായിട്ട് ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ 2 സവാള ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊരു നാടൻ സ്റ്റൈൽ വറുത്തരച്ച കോഴിക്കറി ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. പക്ഷെ വളരെ നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മളിതിൽ തക്കാളി ഒന്നും ചേർക്കുന്നേ ഇല്ല. സവാള ചെറുതായി ഒന്ന് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 3 നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മളുടെ സവോളയുടെ നിറം നല്ല ബ്രൗൺ നിറമാകുന്നത് വരയ്ക്കും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനിയാണ് നമ്മളിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇവിടെ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത മസാലപ്പൊടിയുടെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഈ മസാലയെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കുമ്പോൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ വഴറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ വറുത്തരച്ച കോഴിക്കറിക്ക് നല്ലൊരു കളറും നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ വരും. ഈ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ചെറുതായി ചതച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ആദ്യം തന്നെ സവാള വഴറ്റുമ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ചിരുന്ന 1.5 കിലോ ചിക്കൻ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് ചിക്കനും ഈ മസാലയും കൂടെ പിടിക്കാനായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ കോഴിക്കറിക്ക് ആവശ്യമായിട്ടുള്ള തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും പിടിയുടെ കൂടെ വറുത്തരച്ച കോഴിക്കറിയുടെ ചാറും കൂട്ടി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ 90% വെന്ത് കഴിഞ്ഞു. ഇനി ഈ സമയത്താണ് നമ്മൾ നേരത്തെ വറുത്ത് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. വറുത്തരച്ച കോഴിക്കറിക്കുള്ള തേങ്ങ അരച്ചെടുക്കുമ്പോൾ അതിലൊട്ടും തന്നെ വെള്ളം ചേർക്കരുത്. നമ്മൾ നന്നായി വറുത്തെടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടും. നമ്മൾ വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ ആ വറുത്തരച്ച കോഴിക്കറിയുടെ തനതായ ഒരു കളറുണ്ടല്ലോ, അതങ്ങോട്ട് നഷ്ടമാവും. അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി അവസാനമായിട്ട് കുറച്ച് ഏലക്കായും പട്ടയും ഗ്രാമ്പൂവും കൂടെ ചെറുതായി ഒന്ന് കല്ലിൽ ചതച്ചതിന് ശേഷം അങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഗരം മസാല ചേർത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കോഴിക്കറിക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. നമ്മുടെ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില നല്ല ഫ്രഷ് ആയതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ മുകളിൽ വിതറി കൊടുക്കുക. പിടിയുടെ കൂടെ കഴിക്കാനായിട്ടുള്ള നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള വറുത്തരച്ച കോഴിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡാലിയ ചേച്ചിയുടെ പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന പിടിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള വറുത്തരച്ച കോഴിക്കറിയും. ഇത് രണ്ടും നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്